ഹായ് ഗായ്സ്. അപ്പം ഇന്നെന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ, നമ്മൾ കുളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോകാൻ പോകുന്നു. ഇനി കുളിച്ചൊക്കെ വന്ന് നമുക്ക് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയാവും. ഓക്കെ, പറയടി. പറയൂ. കുളിച്ചിട്ടില്ല, പല്ലേച്ചിട്ട് എണീച്ചതേ ഉള്ളൂ. എന്താണ് ഇവിടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ എന്താണ് നടക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? ജയിക്കും. നീ ഇങ്ങോട്ട് എന്തിനാ വന്നേ? ബർത്ത്ഡേ സെലിബ്രേഷൻ. ഓക്കെ, അപ്പൊ അമ്പലത്തിൽ പോയിട്ട് വരാം. ബൈ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ നമ്മളിതാ നേരെ അമ്പലത്തിലേക്ക് എത്തി. അങ്ങനെ അമ്പലത്തിൽ കുളത്തിലിറങ്ങി ഇങ്ങനെ വെള്ളം തെളിക്കുമല്ലോ, അവനാണെങ്കിൽ എൻ്റെ മുഖത്ത് നന്നായിട്ടെടുത്ത് വെള്ളം തെളിച്ചു. അങ്ങനത്തെ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമൊക്കെ കിട്ടി നമ്മൾ നേരെ ചന്ദനം ഇടുന്നിടത്തേക്ക് വന്നു. ഞങ്ങളുടെ അമ്പലത്തിൽ കണ്ണാടിയൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ ചന്ദനം ഇടാനൊക്കെ പറ്റും. അങ്ങനെ അവൻ കുറേ ഷോ ഒക്കെ കാണിച്ച് ചന്ദനമൊക്കെ ഇട്ടു. അവിടെ ഞാൻ നേരെ ചീട്ടും പൈസയൊക്കെ ആയിട്ട് പ്രസാദം വാങ്ങാൻ പോയത്. അത് പായസം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ കടും പായസമാണിത്. അങ്ങനെ കടും പായസമൊക്കെ വാങ്ങിച്ച് വന്ന് പാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പാത്രത്തിലേക്ക് ഇട്ടു നന്നായിട്ട് അടച്ച് കവറിലൊക്കെ ആക്കി. അങ്ങനെ അത് കഴിഞ്ഞ് വീടെത്തിയപ്പോഴത്തേക്കാണ് നാളത്തെ പൂജയ്ക്ക് രസീത് എടുത്തിട്ടില്ല. അങ്ങനെ തിരിച്ചു വന്ന് വീണ്ടും രസീത് എടുത്തു. ഇത് നമുക്ക് നാളത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിപ്പിക്കാൻ വന്നതായിരുന്നു. പാറു ആണെങ്കിൽ മറന്നുപോയി. പാറുവിന് വേറെ എന്താണ് ചിന്ത, സോ പാറു മറന്നുപോയി. അങ്ങനെ അവളെന്നെ കുറ്റവും പറഞ്ഞു വന്ന്. ഞങ്ങൾ തിരിച്ചെത്തി ബലൂണൊക്കെ എടുത്ത് നോക്കുക. അപ്പൂസിന്റെ ബർത്ത്ഡേ 18 വയസ്സിൻ്റെയാണ് നമ്മൾ ഉണ്ണിന്റെ ഒരു ക്യാൻഡിലും പിന്നെ ഒരു 1ന്റെ ക്യാൻഡിൽ. അങ്ങനെ നമ്മൾ 18 ഓക്കെ 18ൻ്റെ നമ്മൾ ക്യാൻഡിലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബലൂണൊക്കെ ഇതൊക്കെ പിന്നെ ഡെക്കറേറ്റ് ചെയ്യത്തുള്ളൂ. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇവളുണ്ട്. ഹേയ് പൂച്ച്, എടി ഇങ്ങോട്ട് നോക്കത്തുള്ളൂ. എങ്ങനെയുണ്ട് പോയി മിഠായി? അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു 12 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി. കാരണം ഞാൻ ഓണാണെങ്കിലും എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു. അങ്ങനെ ആ പനിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്നതാണ്. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ പാലട മിക്സ് വാങ്ങിച്ചായിരുന്നു. ഇന്ന് പായസം ഉണ്ടാക്കാനാണ്. അപ്പോൾ പാലടയ്ക്കുള്ള ബാക്കി സാധനങ്ങളും പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ടാബ്ലറ്റ്. ശേഷം ഈവനിങ് നമ്മൾ ബലൂൺ നിർപ്പിക്കാൻ തുടങ്ങി. അല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. എന്നെക്കൊണ്ട് ബലൂൺ നിർപ്പിക്കൽ നടക്കത്തില്ല, വാ വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരുടെ എല്ലാം വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് പവി ഉണ്ടായിരുന്നു, പൂജ ഉണ്ടായിരുന്നു, ലക്ഷ്മി, പൊടി, അങ്ങനെ എല്ലാവരും ബലൂണൊക്കെ വീർപ്പിച്ച് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുക്കള വഴി വന്ന് പോയപ്പോഴത്തേക്കും അമ്മ പായസം ഉണ്ടാക്കുന്നു. പായസം നന്നായിട്ട് തിളച്ചു. അവിടുന്ന് നേരെ അനിയത്തിയായിട്ട് കടയിൽ പോയി അവൾക്ക് ബ്രദറിന് ഗിഫ്റ്റ് വാങ്ങാൻ. ഇനി നമ്മൾ നമ്മുടെ മെയിൻ സാധനം എടുക്കാനാണ് പോയത്, അതായത് കേക്ക്. അങ്ങനെ ഞാനും കേക്കും വണ്ടിയിലിരുന്നുള്ള യാത്രയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും കേക്കൊക്കെ ആയിട്ട് വന്നപ്പോൾ എല്ലാവരും ചോക്കോബാർ കഴിക്കുന്നത് എനിക്കും തന്നായിരുന്നു. ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നെയാണ് കേക്ക് വാങ്ങാൻ പോയപ്പോൾ. അമ്മൂമ്മമാരും അമ്മൂമ്മ, അച്ഛമ്മ എല്ലാവരും ചോക്കോബാർ കഴിക്കുന്നു. അങ്ങനെ നമ്മുടെ ഫൈനൽ സെലിബ്രേഷൻ വൈകുന്നേരം ആരംഭിച്ചു. ഇനി നടക്കുന്നത് ആ ചടങ്ങാണ് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുന്ന ചടങ്ങ്. അമ്മയ്ക്ക് കൊടുത്തു, അതിനുശേഷം അപ്പായിക്ക് കൊടുത്തു. പിന്നെ ഓരോരുത്തരായി അവൻ്റെ വായിലും വെച്ചു, അവൻ അങ്ങോട്ടും വെച്ച് കൊടുത്തു. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരുടെ ടീം തിരിഞ്ഞു വരുന്നുണ്ട്. അമ്മമ്മ വന്നു, അപ്പച്ചി വന്നു, പുഷ്പയമ്മ. അങ്ങനെ ഞാൻ പോയത് അതിൻ്റെ ഗിഫ്റ്റൊക്കെ എടുത്തു. ഞാനൊരു വാച്ചായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനത് കൊണ്ട് കൊടുത്തു. അവനത് കാണിച്ചു. അവൻ ഇഷ്ടപ്പെട്ടു കേട്ടോ വാച്ച്. അതിനുശേഷം അനിയത്തി ഗിഫ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞത് പാവി അവന് ടീഷർട്ട് കൊടുത്തു. അപ്പോൾ അവന് ടീഷർട്ട്, ഡെയറി മിൽക്ക് ലക്ഷ്മി കൊടുത്തതാണ്. ഡെയറി മിൽക്ക്, വാച്ച്, കപ്പ്, അങ്ങനെ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗിലെ വിശേഷങ്ങൾ. ഇത്രയും സമയം എന്നെ സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ.